ഇതുകൊണ്ട് ഞങ്ങൾ ഒരു കണ്ടാൽ തേളാൻ തോന്നൂലേ? പക്ഷെ തേളല്ല, അത് ഒരു ചെറിയ വണ്ട്. അതിനേക്കാളും 5 or 6 ഇരട്ടി വലുപ്പമുള്ള വേറൊരു വണ്ടിനെ പിടിച്ച് വലിച്ച് കൊണ്ടുവരിക. അതും ചത്ത വണ്ടിനെ. നോക്കിങ്ങൾ അതെങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന്. അള്ളാഹുവിൻ്റെ ഒരു കുദ്റത്ത് നോക്കിയേ. ഒരു ചെറിയ ജീവി ചത്തതിനെ വലിയ അതിനേക്കാളും എത്രയോ വലുപ്പമുള്ളതിനെ കൊണ്ടുവരിക. സുബ്ഹാനല്ലാഹ്. നോക്കിയങ്ങൾ അതിനെ അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് അതെങ്ങോട്ടാണ് പോകണമെന്ന് നോക്ക്. ഇതാ അത് പറന്നുപോയി. നോക്കിക്കോ. ഇതാ അതിനെ മറവ് ചെയ്യാനുള്ള ഖബർ റെഡിയാക്കുക. അള്ളാഹുവിൻ്റെ മഹത്തായ ഖുദ്റത്ത്. സുബ്ഹാനല്ലാഹ്. നോക്കിയങ്ങൾ സഹജീവിയോടുള്ള കടപ്പാട്, കടമ, അത് നിറവേറ്റാൻ എത്രമാത്രം ദൃഷ്ടാന്തമുണ്ട് ഇതിൽ. അതും നോക്കി, അതിൻ്റെ വലുപ്പം നോക്കിയ മറ്റേ വണ്ടിൻ്റെ. ഒരു പക്ഷേ ഈ വണ്ടിൻ്റെ ജീവിതകാലത്ത് ആ ചെറിയ വണ്ടിനെ ഒരുപാട് ദ്രോഹിച്ചതാവാം. എന്നാലും ആ സഹജീവിയോടുള്ള കടപ്പാട് ഖബർ റെഡിയാക്കി ഈ വലിയ വണ്ടിനെ മറവ് ചെയ്യാനുള്ള ഖബറാണ് ആ ചെറിയ വണ്ട്. അതിൻ്റെ ചെറിയ കൈ കൊണ്ടും കാലുകൊണ്ടും കുഴിക്കുക. നോക്കി എന്നാ സ്പീഡിലാതെ റെഡിയാക്കുന്ന. കുഴി റെഡിയാക്കി ഇതാ ഇതിനെ വന്നെടുത്തു. ഇതാ വലിച്ചു കൊണ്ടുപോവുക. സുബ്ഹാനല്ലാഹ്. അതിനെ കരയിൽ വെച്ചു. അത് താഴെ ഇറങ്ങി. ഇതാ അതിനെ വലിച്ച് ഖബറിലേക്ക് ഇറക്കി. ഇതിലൊക്കെ എന്തോരം പാഠമുണ്ടെന്നറിയങ്ങൾ. ഇതാ അതിനെ വലിച്ച് ആ ഖബറിലേക്ക് വെച്ചു. ഇതാ ശരിക്കും ഉള്ളിലേക്ക് ഇട്ടു. എന്നിട്ട് അതിനെ കംപ്ലീറ്റ് മറവ് ചെയ്ത് മണ്ണും കല്ലും ഇതാ അതിൻ്റെ തല കൊണ്ട് വരെ അതിനെ കുത്തി അമർത്തുക. ആ ഖബറിനെ അത് സുരക്ഷിതമായി മൂടുക. സുബ്ഹാനല്ലാഹ്. ഇതിൻ്റെയൊക്കെ പാഠങ്ങൾ പറഞ്ഞ തീരൂല. അത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും. അള്ളാഹുവിൻ്റെ മഹത്തായ ഖുദ്റത്ത്. ഇതൊക്കെ മനുഷ്യരായ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ളതായത്. സഹജീവികളോടുള്ള കടപ്പാട്, കടമകൾ കണ്ടോ. നോക്കി അതിൻ്റെ തല കൊണ്ട് വരെ അതിനെ അമർത്തി റെഡിയാക്കുക.